വെൽക്കം ബാക്ക് ടു ട്വിൻസ് വ്ലോഗ് ബൈ അബി ആൻഡ് ഭീഷ്മ. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഗോവിന്ദ് വിഷ്ണുവിന്റെ ഡയറക്ഷനിൽ ആന്റണി പെപ്പെ ലീഡ് റോളിലുള്ള ദാവിദ് മൂവിക്കാണ്. അപ്പൊ പടം 11 മണിക്ക് ആണ് കൊച്ചിയിലുള്ള ജി സിനിമാസിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ പടം കണ്ടിട്ട് റിവ്യൂ പറയാം. ഇപ്പൊ ദാവിദ് കണ്ടിറങ്ങി ഫോട്ടോ ജി സിനിമാസിലാണ് കണ്ട പടം. ഫസ്റ്റ് തന്നെ പറയാലോ, സൗണ്ട് ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. അത് സിനിമയുടെ ആണോ അല്ലെങ്കിൽ തിയേറ്ററിൽ സൗണ്ട് കുറച്ചിട്ടാണോ എന്നറിയില്ല. ഡയലോഗ് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ വിജയരാഘവനൊക്കെ ഭയങ്കര പവറിൽ പറഞ്ഞ ഡയലോഗൊക്കെ നമുക്ക് ഭയങ്കര സൗണ്ട് കുറച്ചാണ് ഫീൽ ചെയ്യാൻ പറ്റിയത്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം അത് റെക്ടിഫൈ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആന്റണി പെപ്പർ ലീഡ് റോളിൽ, ഷൈജു കുറുപ്പ് ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, പിന്നെ ലിജോ മോള്, പിന്നെ ഗോവിന്ദ് വിഷ്ണു ഡയറക്ഷനിൽ കിടിലം പടം തന്നെ പറയാം. അതായത് പെപ്പയുടെ അടുത്തൊരു നല്ല പടം, ലോക്കൽ ഇടിന്നൊക്കെ മാറിയിട്ടൊരു ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഇടി, അങ്ങനത്തെ അന്നും പറഞ്ഞ് ഇടിപ്പടം അല്ലേ ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫാമിലി മൂവിയാണ്, ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സ്റ്റോറി, നമുക്ക് ഫുള്ളി എൻഗേജഡ് ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു മൂവി. ഫസ്റ്റ് ഹാഫ് പടം തുടങ്ങുമ്പോ ഇച്ചിരി ഒരു ലാഗ് ഫീൽ ചെയ്യെങ്കിലും ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോഴത്തേനും പിന്നെ പടം ആ ഒരു ഗ്രാഫിലേക്ക് കയറി കിട്ടും. പിന്നെ ഇന്റർവെൽ വരെ പക്ക എന്റർടൈനർ ആയിട്ടാണ് പടം പോണത്. അത് ഫാമിലി, പെപ്പയുടെ ഫാമിലിയിലേക്ക് പെപ്പ അപ്രതീക്ഷിതമായിട്ട് തന്നെ ഒരു സിറ്റുവേഷൻ, ഒരു കോൺസിക്വൻസ് ഫേസ് ചെയ്യാനാണ് പടം. അതാണ് പടത്തിന് എൻ്റെയർ തീം. അത് ബേസ് ചെയ്തിട്ടാണ് പോണത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഭയങ്കര കണക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നടന്ന ഒരു സംഭവം തന്നെയാണ് സെക്കൻഡ് ഹാഫ് ഫുള്ള്. പിന്നെ നടക്കുന്ന ആ കോൺസിക്വൻസ് എന്താണ്, അത് പ്രെഡിക്റ്റബിൾ ആണ് ഓൾറെഡി. എന്താണ് സംഭവിക്കുന്നത് അതുകൊണ്ടിട്ട് സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. എന്നിരുന്നാലും പടം നമുക്ക് ഭയങ്കര ബോറായിട്ടൊന്നുമല്ല, പടം അടിപൊളിയായിട്ട് തന്നെ കണ്ടിരിക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ. ഇപ്പൊ ബോക്സിംഗ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അതിന്റെ അകത്ത്. അതൊക്കെയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിട്ട് പെപ്പെ ഡെഡിക്കേഷൻ, അതായത് പുള്ളിയുടെ വെയിറ്റ് കുറച്ചത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അത് പിന്നെ ബോക്സിംഗ് ട്രെയിൻ ചെയ്തേക്കണം. അത് നമ്മ ഈ സാർപ്പെട്ട പരമ്പര കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ആ ഒരു ഫീലിൽ തന്നെ മലയാളത്തിലൊരു മൂവി, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തന്നെയാണ്. എഫേർട്സ് ഇട്ടിട്ടുണ്ട്, ആ എഫേർട്സിന് മീൻസ് സക്സസ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ കോമഡി ഒക്കെ ആണെങ്കിലും വളരെ കുറച്ച് രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ളെങ്കിലും അത് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീനുകളായിരുന്നു. അല്ലെ കുത്തിക്കേറ്റ് വെച്ചേക്കണ കോമഡി ഒന്നുമില്ല, കഥനോട് ചേർന്ന് പോണ സാഹചര്യത്തിൽ ഉണ്ടാകണ കോമഡീസ് ഒക്കെ ഉള്ളൂ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തേക്കണത് പെപ്പയുടെ എനിക്ക് പേഴ്സണലായിട്ട് അത്രയും രസമായിട്ട് തോന്നില്ല. പക്ഷെ വില്ലന്റെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളി, അതൊരു അറബിക് തീമിൽ വന്നേക്കണ ബാക്ക്ഗ്രൗണ്ടാണ്, അത് കൊള്ളാം. പിന്നെ വില്ലൻ കിടിലനുണ്ട്. എനിക്ക് തോന്നണ അയാള് ബോക്സർ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ഞാൻ ഏതോ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു. അപ്പൊ ആളുടെ ഫിസിക്കും ആളുടെ ആക്ടിങ് ആണെന്നുണ്ടെങ്കിലും സൂപ്പറായിരുന്നു. പിന്നെ അതുപോലെ പെപ്പയും മോളുമായിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻസ് ഒക്കെ ആ കൊച്ചു നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലിജോ മോള് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പടം പൊന്മാനിലും കിട്ടുന്ന ക്യാരക്ടർ ആയിരുന്നു. ഇതിലും ക്യാരക്ടർ നല്ലതൊക്കെയാണ്, പക്ഷെ അധികം സ്പേസ് ഇല്ല ലിജോ മോൾക്ക്. പക്ഷെ ഉള്ള സ്പേസ് അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അജു വർഗീസ് ഉണ്ട്, അജു വർഗീസും കൊള്ളാം. പടത്തിന് മൊത്തത്തിൽ ചെറിയ റോളാണ്, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ പടത്തിൽ എല്ലാരും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്, ഫാമിലി എന്റർടൈനർ ആണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവി. അതെ, അപ്പൊ എല്ലാരും പടം തിയേറ്ററിൽ പോയി കാണാൻ ട്രൈ ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടമായിരുന്നു ചോദിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു. ഷെയർ ചെയ്യുക.